PMCയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന കാര്യം കത്തുമുഖേന അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. LDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ചില നയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. PMC അതിന്റെ ആ വഴിക്കല്ല പോകുന്നത്. പറയുന്നുണ്ടല്ലോ, സർക്കാരിനെ സംബന്ധിച്ചത് അടഞ്ഞ അധ്യായമാണ്. തീർച്ചയായിട്ടും തുറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ പേരിൽ എന്തെങ്കിലും പൈസ പോയാൽ പോട്ടെ. PM3നെ കേരളത്തിൽ ഏറ്റവും വലിയ വിഷയമാക്കിയതാരാ PG ബിനോയ് വിശ്വം. അദ്ദേഹത്തിനൊന്നും നോക്കണ്ടല്ലോ. സാധാരണക്കാരൻ്റെ മക്കള്, പാവപ്പെട്ടവൻ്റെ മക്കള് ഒരു ബ്ലോക്കിൽ 2 സ്കൂളെടുത്ത് തിരഞ്ഞെടുക്കപ്പെടും. അവൻ്റെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും. ഈ ബിനോയ് വിശ്വത്തിൻ്റെ മോൾ എവിടെ PG ചെയ്തെന്നറിയോ? മറ്റേ എന്നെ ലോ ചെയ്തെന്നറിയോ? ഈ ന്യൂയോർക്കിലാണെന്ന്, ബൂർഷ്വ രാജ്യത്തിൽ പോയിട്ട് ന്യൂയോർക്കിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്വന്തം മകളെ ലോ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പറയുന്ന ബിനോയ് വിശ്വം പറയാ പാവപ്പെട്ടവൻ്റെ മക്കൾ, സാധാരണക്കാരൻ്റെ മക്കൾ നല്ല സ്കൂളുകളിൽ പഠിക്കണ്ടെന്ന്. വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM3 നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ നഷ്ടം കേരളത്തിന് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. വിദ്യാഭ്യാസം ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അതിൽ ഭാഗികമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഒഴികെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അത് സ്വീകരിച്ചു എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട്. PM3 ആകട്ടെ കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കി കഴിഞ്ഞതാണ്. പശ്ചിമ ബംഗാൾ ഉടനെ തന്നെ നടപ്പിലാക്കുമെന്ന് നമുക്കറിയാം, ഭരണം മാറിയത്. ഇനി അവശേഷിക്കുന്നത് കേരളവും തമിഴ്നാടും മാത്രമാണ്. എന്റെ ഒരു പ്രതീക്ഷ തമിഴ്നാടും പുതിയ ഭരണത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും എന്ന് തന്നെയാണ്. നമ്മൾ മാത്രം എന്തിനാണ് നടപ്പിലാക്കാതെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. കഴിഞ്ഞ ഗവൺമെന്റ് അത് തത്വത്തിൽ അംഗീകരിച്ചുള്ള കത്തൊക്കെ നമ്മൾ കണ്ടതാണ്. എന്റെ കയ്യിലും അതിന്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മരവിപ്പിക്കാൻ കാരണം ബിനോയ് വിശ്വമാണ് നമുക്കറിയാം. CPMന് ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് കേരളത്തിന് 300-ൽ പരം സ്കൂളുകൾക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം എന്നുള്ളത് മാത്രമല്ല, ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഇതിനകത്ത് നടപ്പിലാക്കാൻ പറ്റും. അതനുസരിച്ച് ലീഡിംഗ് സ്കൂൾസ് ആയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിനകത്ത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് വരുന്നത് നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ആരെങ്കിലും എന്നോട് കറക്റ്റ് വഴി ചോദിച്ചാൽ കറക്റ്റ് പറയാറുണ്ടാ? വഴി തെറ്റിച്ചു വിടും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. NEPയുടെയും PMCയുടെയും പദ്ധതികൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഈ അപകടം ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കാം. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ 4.3.1 NEPയുടെ നോക്കിയാൽ വളരെ വ്യക്തമാണ്. സംസ്ഥാനങ്ങൾക്ക് കരിക്കുലത്തിന്റെ കാര്യത്തിൽ ആവശ്യമായ ഭേദഗതികൾ പ്രാദേശികമായ തലത്തിൽ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാം. അതനുസരിച്ച് സിലബസിലും മറ്റും പ്രാദേശികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് NEP എതിരല്ല എന്ന് 4.3.1 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ കേന്ദ്രത്തിന്റെ ഒരു സിലബസ് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള തെറ്റായ ഒരു ധാരണ ഇവിടെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ഇത് മുഴുവൻ കാവ്യവൽക്കരണമാണെന്നൊക്കെ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നേരാവണ്ണം വായിക്കാത്തതിന്റെ കുഴപ്പം മാത്രമാണ്. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഞങ്ങൾ അതിൽ ഒപ്പിട്ട സാഹചര്യങ്ങൾ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തു. PM3യുടെ പേര് പറഞ്ഞുകൊണ്ട് SSA ഫണ്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചുവെച്ചു. ഒരു തരത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം തരേണ്ട കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം തരേണ്ട പണം തരാതെ വന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് എടുത്തു മുടക്കി. അത് കിട്ടാതെ വന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ ഒപ്പിട്ടു. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നിവൃത്തികെട്ട് ഒപ്പിട്ടതാണ്, നടപ്പാക്കാൻ വേണ്ടി ഒപ്പിട്ടതല്ല എന്നുള്ളതാണോ ഇടതുപക്ഷി ഇപ്പൊ പറയുന്നത്? അതാണോ സത്യം? തീർച്ചയായും ഈ SSA ഫണ്ട് തടഞ്ഞുവെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇത് ഒപ്പിടാൻ നിർബന്ധിക്കപ്പെട്ടത്. അങ്ങനെ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ കേരളത്തിനില്ല, കേരള സർക്കാരിനില്ല, ഇടതുപക്ഷത്തിനില്ല. ഇല്ല ഞങ്ങൾ അത് കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ പറഞ്ഞു. NEP നടപ്പാക്കുന്ന പ്രശ്നമില്ല, സിലബസിൽ കൈവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി ഒഴിവാക്കിയതും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞ വാക്കുകൾ കേൾക്കുക. എന്താ ഉറക്കം വരുന്നു.
ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഒരു NEP-യിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ PM ശ്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ്? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അരുൺകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗമായ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ നിലപാട് മാറ്റി. പിന്നീട് അദ്ദേഹം വീണ്ടും ഒന്ന് മാറ്റി. അത് CPI പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഇടതുപക്ഷ സർക്കാരിന് PM ശ്രീയിലോ NEP-യുടെയോ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ട് തടയുന്നതിൽ അർത്ഥമില്ല എന്നൊരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കരാർ ഒപ്പിട്ടത്. ഇല്ല അദ്ദേഹം എന്താ പറഞ്ഞ് എന്റെ നിലപാട് മാറ്റിയെന്ന് അദ്ദേഹം അത് ഊന്നി പറയുന്ന കേട്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ നിലപാട് NEP നടപ്പാക്കാൻ കഴിയില്ലെന്നും ഈ PM ശ്രീ പദ്ധതിയുടെ ഒരു ഗുണവും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ലെന്നും ഇത് വലിയ ബാർഗൈനിങ്ങിന്റെ ഭാഗമായിട്ട് SSA ഫണ്ട് നിഷേധിച്ച് നമ്മൾക്കറിയാം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇന്നത് ചെയ്താലേ ഇന്നത് തരൂ, ഇന്ന പേരെഴുതി വെച്ചാലേ എഴുതി വെച്ചാലേ ഇന്നത് ബാർഗൈനിങ്ങിന്റെ ഭാഗമായി കാലോചിതമായി പദ്ധതികളെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. PM ശ്രീ എന്നും NEP എന്നും പറഞ്ഞ് എല്ലാ കാലത്തും ഫണ്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. നിങ്ങൾ കൊണ്ടുതരുമോ ഫണ്ട് എന്ന് ചോദിച്ചത് V ശിവൻകുട്ടിയാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ വാസുകി പോയി ഇത് MOU സൈൻ ചെയ്തതിന് ശേഷം ഇന്ന് നിങ്ങൾ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ടിട്ട് നടപ്പാക്കാൻ മടിച്ചു നിന്ന കരാർ നിങ്ങൾ എന്തിനു തുടരുന്നു എന്ന് ചോദിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? അതാണ് ചോദ്യം. അത് ന്യായം പണ്ടാരം അല്ല, ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ അന്നും ഇന്നും ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് മുമ്പിൽ ഡിസംബർ മാസം ഉണ്ടായിരുന്നു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഉണ്ടായിരുന്നു. ജനുവരി മാസം 27-ാം തീയതി ഇതിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തു. സ്കൂളുകളുടെ ലിസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി, ബാക്കി കേന്ദ്രം തരുമെന്നും പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു ഇതായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല, ആ ക്യാപ്റ്റൻ അബൈൻസിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? പേനയിൽ മഷിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ ഒപ്പിട്ടത്? അല്ലല്ലോ, SSK ഫണ്ടിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കല്ലേ കേട്ടത്? SSK മാത്രമല്ല, PM ശ്രീ ആയാലും NEP ആയാലും ഇനിയുള്ള കാലത്ത് ഞാൻ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒപ്പിട്ടത്. NEP നടപ്പാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ആ ഒപ്പിട്ടത് CPI രാഷ്ട്രീയ വിഷയമായി ഉയർത്തി മുന്നണിക്കുള്ളൊരു ആഭ്യന്തര പ്രശ്നമായി വളർന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നവംബർ മാസം 12-ാം തീയതി കത്ത് കൊടുക്കാൻ പോയത്. വീരശൂര പരാക്രമിയായി വെല്ലുവിളിച്ച് ബിനോയ് വിശ്വം രംഗത്ത് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. PM ശ്രീയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന കാര്യം കത്ത് മുഖേന അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഉപസമിതി വെച്ചു, ഉപസമിതി ചേർന്നിട്ടേ ഇല്ല. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. LDF സർക്കാർ മുന്നോട്ട് പോകില്ല. മറന്നുകൊണ്ടുമല്ല, LDF-ന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചില നയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. PM ശ്രീ അതിൻ്റെ ആ വഴിക്കല്ല പോകുന്നത്. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് എന്തും തീരുമാനിക്കാവും. ഒരു വ്യതിയാനമായിരുന്നു. ആ വഴിക്കല്ല പോകുന്നത്. അതുകൊണ്ട് PM ശ്രീയെ പോലെ ഒന്നിൽ പോയിക്കൂടാതെന്ന കാര്യം CPIക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എത്രമാത്രം ബോധ്യമാണോ അതുപോലെ തന്നെ അത് ബോധ്യമാണ് CPM-നും. CPM-ൻ്റെയും CPI-യുടെയും നിലപാട് ഒന്നാണ് ഈ കാര്യത്തിൽ, രണ്ടല്ല. അല്ല, അതിലിപ്പോൾ ഈ PM ശ്രീയിലാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇല്ല, PM ശ്രീയുടെ കാര്യത്തിൽ CPM നിലപാട് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. PM ശ്രീ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വഴികാട്ടിയാകാൻ പാടില്ല. അത് വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള RSS-ൻ്റെ ഒളിച്ചുവരവിൻ്റെ ഒരു മറുപേരാണ് PM ശ്രീ പറയുന്നുണ്ടല്ലോ. ഇടതു സർക്കാരിനെ സംബന്ധിച്ചത് അടഞ്ഞ അധ്യായമാണ്. തീർച്ചയായിട്ടും തുറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ പേരിൽ എന്തെങ്കിലും പൈസ പോയാൽ പോട്ടെ. PM ശ്രീ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് LDF ഗവൺമെൻറ്റിന് അടഞ്ഞ അധ്യായമാണ്. ആ അധ്യായം തുറക്കില്ല വീണ്ടും ആവാൻ. അത് LDF തീരുമാനമാണ്. ഇവിടെ ജനങ്ങളെ എത്ര വലിയ രീതിയിലാണ് ഇവർ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ നമ്മളോടൊപ്പം അരുൺകുമാർ അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നതാണ് ഫണ്ട് തടഞ്ഞത് കാരണം, കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞത് കാരണം PM ശ്രീ നിർബന്ധിതമായിട്ട് ഒപ്പിടേണ്ടി വന്നു. ഇപ്പൊ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഫണ്ടിംഗ് ഡേറ്റ പ്ലേസ്ഡ് ബിഫോർ ദ കോർട്ട് ഷോസ് വേരിയേഷൻസ് ഓവർ ദ ഇയേഴ്സ് ബിറ്റ്വീൻ അപ്രൂവ്ഡ് അമൗണ്ട്സ്, ആക്ച്വൽ റിലീസസ് ആൻഡ് utilization by the state.
For 2024-25, no central funds were released due to pending documentation, while for 25-26, rupees 452.05 crores have been approved, with 99.27 crore released so far. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ റിലീസ്, അതായത് അനുവദിച്ച പണവും കിട്ടിയ പണവും ഉപയോഗിച്ച പണവും തമ്മിലുള്ള കണക്ക് പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്തതുകൊണ്ട്, അവരിത് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് പണം പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ വന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്ഡേറ്റ് കൊടുത്താണ്. എന്താ ഇവരുടെ വക്കീലുണ്ടായിരുന്നല്ലോ, ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. ഈ കവലപ്രസംഗങ്ങളിലും ചാനൽ ചർച്ചകളിലും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ രേഖാമൂലം ഇവർക്ക് പറയാൻ വേണ്ടി പറ്റും എത്ര പണം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റുകാരന് എത്ര കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആവശ്യമായുള്ള രേഖകൾ സമർപ്പിച്ചിട്ടും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല എന്ന് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാതിരുന്നിട്ട് അവസാനം സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയും. വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു തൊഴിൽ രഹിതനാണ്, നിങ്ങളെല്ലാം വികാരരഹിതരും. ഒരു തൊഴിൽ രഹിതന്റെ വേദന വികാരരഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ബിജോറി കൂടി ആലോചിച്ച് നോക്ക്. 2025 ഒക്ടോബർ 16 ഇവർ MOU ഒപ്പിടുന്നത്. നവംബർ 12 താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കെ വാസു ഈട് തന്നെ കത്തയക്കുന്നു. ഈ 26 മാർച്ച് തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ 99.27 കോടി കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇതിനകത്ത് ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടയുന്നു എന്ന് പറയുന്നു, ഒരു വശത്ത് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുമെന്ന് പറയുന്നു, ഒരു വശത്ത് താൽക്കാലികമായിട്ട് ഞങ്ങൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഫണ്ട് കിട്ടുന്നു. ഇവർ തന്നെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല. ഇത് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫണ്ട് കിട്ടുന്നില്ല, കേന്ദ്ര സർക്കാരിന് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് രേഖാമൂലം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഇവരുടെ നേതാവ് ലോക്സഭയിൽ പോയി പറയട്ടെ, അല്ലെങ്കിൽ രേഖാമൂലം എവിടെയെങ്കിലും നിയമസഭയിൽ പറയട്ടെ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. ഇനി ഇപ്പോ ഈ PM ശ്രീനെ കേരളത്തിൽ ഏറ്റവും വലിയ വിഷയമാക്കിയതാരാ? PG ബിനോയ് വിശ്വം. അദ്ദേഹത്തിന് ഒന്നും നോക്കണ്ടല്ലോ. സാധാരണക്കാരൻ്റെ മക്കള്, പാവപ്പെട്ടവൻ്റെ മക്കള് ഒരു ബ്ലോക്കിൽ 2 സ്കൂളെടുത്ത് തിരഞ്ഞെടുക്കപ്പെടും. ആ സ്കൂളിൽ ഓരോ വർഷം 1.33 crores വെച്ചിട്ട് കിട്ടും. ഏകദേശം അത്രയും പണം കിട്ടും. അവൻ്റെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും. ഈ ബിനോയ് വിശ്വത്തിൻ്റെ മോൾ എവിടെ PG ചെയ്തെന്നറിയോ? മറ്റേ എന്നെ ലോ ചെയ്തെന്നറിയോ? ഈ ന്യൂയോർക്കിലാണെന്ന്, ബൂർഷ്വ രാജ്യത്തിൽ പോയിട്ട് ന്യൂയോർക്കിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്വന്തം മകളെ ലോ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പറയുന്ന ബിനോയ് വിശ്വം പറയാ പാവപ്പെട്ടവന്റെ മക്കൾ, സാധാരണക്കാരൻ്റെ മക്കൾ നല്ല സ്കൂളുകളിൽ പഠിക്കണ്ടെന്ന്. അതിനിവിടെ പ്രസക്തിയില്ല സർ. അതിന് പ്രസക്തിയുണ്ട് സർ, അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനെ എതിർക്കുന്ന പിണറായി വിജയന്റെ മകൻ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? പിണറായി വിജയന്റെ മകൻ പഠിച്ചിട്ടുള്ളത് UK MBA ചെയ്തിട്ടുള്ളത് UK. ഈ തോമസ് ഐസക്കിന്റെ മകൾ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഇവർക്കൊക്കെ വീട്ടിൽ പണമുണ്ട്. ഇവർക്കൊക്കെ ഇവരുടെ മക്കളെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണക്കാരൻ്റെ, കൂലിപ്പണിക്കാരൻ്റെ, റബ്ബർ വെട്ടുകാരൻ്റെ, തെങ്ങ് കയറ്റക്കാരൻ്റെ മക്കൾ അങ്ങനെ നല്ല സ്കൂളുകളിൽ പഠിക്കണമെന്ന് ഇവർ പറയുന്നത്. ഞാനെന്താ വിട്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? പ്രശ്നമാ നേരാ പിടിച്ചിടിച്ച് പഞ്ചറാക്കി വൾഗനൈസ് ചെയ്ത് ഉള്ള ശുഷ്കാന്തി കളയും. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റ് ശ്രമിക്കുന്നവനാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാകണം എന്നെനിക്കൊരു കാഴ്ചപ്പാടുണ്ട്.